വെൽക്കം ടു Xylem Learning. Xylemത്തിന്റെ ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ചാപ്റ്റർ എന്നാണെന്ന് അറിയാവോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് എന്നും പറയാം. കാരണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് തരും, ആ ഗ്രാഫ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് അതിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറയാം. അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ തരും, നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദ എമൗണ്ട് ഓഫ് പൊട്ടറ്റോസ് കൺസ്യൂംഡ് ഇൻ കിലോഗ്രാം. റീഡ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അവരെന്താ പറഞ്ഞത്, ഗ്രാഫ് റീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റീഡ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ കാര്യം പറയാം, നിങ്ങൾക്ക് ഏത് ഡാറ്റനെ വേണമെങ്കിലും ഗ്രാഫ് ആക്കി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചുറ്റും ഒരുപാട് ഗ്രാഫ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ബാർ ഗ്രാഫ് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ലൈൻ ഗ്രാഫ് ഉണ്ട്, ഒരുപാട് ഗ്രാഫുകൾ ഉണ്ട്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലൈൻ ഗ്രാഫാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതും എന്തിനെ പറ്റിയാണ്? ലൈൻ ഗ്രാഫിനെ കുറിച്ചാണ്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഗ്രാഫുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവർ ആദ്യം പറഞ്ഞത് റീഡ് ദ ഗ്രാഫ് എന്നാ. നമുക്ക് ആദ്യം റീഡ് ചെയ്ത് നോക്കിയാലോ ഗ്രാഫ്. ഓക്കെ, റീഡ് ചെയ്യാം. ഇവിടെ എക്സ് ആക്സിൽ തന്നിരിക്കുന്നത് ഡേയ്സ് ആണ്. കണ്ടില്ലേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞ ഡേയ്സ് ആണ് എക്സ് ആക്സിൽ തന്നിരിക്കുന്നത്. വൈ ആക്സിസിൽ പൊട്ടറ്റോയുടെ വെയിറ്റ് ആണ് ഇൻ കിലോഗ്രാംസ്. ഓക്കെ, 0, 5, 10, 15 അങ്ങനെ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓൺ വിച്ച് ഡേ ഡിഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പൊട്ടറ്റോസ് കൺസ്യൂംഡ്? ഏറ്റവും കൂടുതൽ പൊട്ടറ്റോ കൺസ്യൂം ചെയ്തിട്ടുള്ള ഡേ ഏതാന്നാണ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ ഏത് ഡേ ആണ് ഏറ്റവും കൂടുതൽ പൊട്ടറ്റോസ് കൺസ്യൂം ചെയ്തിട്ടുള്ളതെന്ന്? ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. വെനസ്ഡേ ആണോ? വെനസ്ഡേ 30 ആണല്ലേ. പിന്നെ ഏതാ ഉള്ളത്? സൺഡേ. യെസ്, സൺഡേ അല്ലെ. സൺഡേ ആണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. എത്രയാണ്? ആൻഡ് ദാറ്റ് ഈസ് 35 കിലോഗ്രാം. ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഓൺ സൺഡേ. സൺഡേ എത്ര കിലോഗ്രാം ആണ്? 35 കിലോഗ്രാം ആണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് വൺ. ഓക്കെ, അടുത്തത് ഓൺ വിച്ച് ഡേ കൺസപ്ഷൻ ഓഫ് പൊട്ടറ്റോസ് വെൻ ഡൗൺ? കൺസപ്ഷൻ ഓഫ് പൊട്ടറ്റോസ് വെൻ ഡൗൺ കുറഞ്ഞത് ഏത് ദിവസമാണ്? ഏറ്റവും കുറവ് പൊട്ടറ്റോസ് യൂസ് ചെയ്ത ദിവസം ഏതാണ്? ഒന്ന് നോക്കി പറഞ്ഞേ, ഏത് ദിവസമാണ് കുറഞ്ഞത്? മൺഡേ ആണോ? മൺഡേ 15 ആണ് അല്ലേ. തേഴ്സ്ഡേ എത്രയേ ഉള്ളൂ? 10 കിലോഗ്രാമേ ഉള്ളൂ. തേഴ്സ്ഡേ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? 10 കിലോഗ്രാമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 10 kilogram. Correct? Yes. And what is the combined consumption of potatoes on Monday, Tuesday and Wednesday? Monday, Tuesday, Wednesday ഈ 3 ദിവസവും കൺസ്യൂം ചെയ്തിട്ടുള്ള പൊട്ടറ്റോസിന്റെ ടോട്ടൽ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൺഡേ എത്രയാണ്? 15 അല്ലേ. മൺഡേ 15 പ്ലസ് ട്യൂസ്ഡേ 20 and Thursday it is 30. So the answer will be 65 kilogram. കിലോഗ്രാം എഴുതാൻ മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഗ്രാഫ് കാണിക്കാം. നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഗ്രാഫ് ഒന്ന് നിങ്ങൾ ഇരുത്തി വായിച്ചു നോക്കുക. എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഗ്രാഫ് ഒന്ന് വായിക്കാം. എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിൽ ആരൊക്കെയാ തന്നിരിക്കുന്നത്? ടൈം ആണ് തന്നിരിക്കുന്നത് അല്ലേ. 10, 12, 2, 4, 6, 8, 10 ടൈം ആണ് തന്നിരിക്കുന്നത്. ഫൈൻ. വൈ ആക്സിസിലോ? ഡിസ്റ്റൻസ്. വൈ ആക്സിൽ ഡിസ്റ്റൻസും എക്സ് ആക്സിൽ ടൈമും ആണ് തന്നിരിക്കുന്നത്. 10 AM സ്റ്റാർട്ട് ചെയ്തു, 10 PM അവസാനിപ്പിച്ചു. ഓരോ ടൈമിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അറ്റ് വാട്ട് ടൈം ഡിഡ് ദ പേഴ്സൺ സ്റ്റാർട്ട് ഫ്രം ഹിസ് ജേർണി? ഈസി ക്വസ്റ്റ്യൻ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 10 AM സ്റ്റാർട്ട് ചെയ്തത്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടോ? ഡിസ്റ്റൻസ് 0 അല്ലേ. 0 എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ ഇൻ ദ ഫസ്റ്റ് 4 hours ഓഫ് ഹിസ് ജേർണി? ആദ്യത്തെ 4 മണിക്കൂർ
എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ചോദ്യം. എത്ര മണിക്കാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്? 10 മണിക്ക്. ഈ 10 മണി മുതൽ അടുത്ത 4 മണിക്കൂറിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 10, 11, 12, 1 and 2. അതായത് 10 o'clock സ്റ്റാർട്ട് ചെയ്ത് 2 o'clock വരെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നോക്കാം. ഇവിടെ 2 o'clock എന്ന് പറയുന്നത് ഇവിടെയല്ലേ? ഞാൻ 2 o'clockന്റെ ഇവിടെ ലൈന് വരച്ചു. ഓക്കെ, എത്ര ഡിസ്റ്റൻസാ കവർ ചെയ്തത്? 16 കിലോമീറ്റർ. അതായത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അടുത്ത 4 hours കൊണ്ട് എത്ര ട്രാവൽ ചെയ്തു? 16 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. കറക്റ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് ഡൂയിങ് ഫ്രം 3 PM to 5 PM? 3 മണി മുതൽ 5 മണി വരെ ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ ട്രാവൽ ചെയ്യുകയാണല്ലേ. പക്ഷെ 3 മണിക്ക് 5 മണിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. എന്താണ് സംഭവിച്ചത് 3 മണിക്ക് 5 മണിക്കും? ഇവിടെ നോക്കുക, 3 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 2ന്റെയും 4ന്റെയും നടുക്കാണ്. 3 o'clock ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ ആണ്. നേരെ മറിച്ച് 5 o'clock ആയപ്പോഴും ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് 20 തന്നെയാണ്. അപ്പോഴും കിലോമീറ്റർ 20 തന്നെയാണ്. 3 o'clockനും 5 o'clockനും ഡിസ്റ്റൻസ് 20 തന്നെ. അതിനർത്ഥം എന്താ? അയാൾ എവിടെയും പോയിട്ടില്ല, അയാൾ എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. കുറെ ട്രാവൽ ചെയ്തല്ലേ, കുറച്ച് ക്ഷീണം മാറ്റാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കും എന്തോ ആയിരുന്നു അല്ലേ. 3 o'clock മുതൽ 5 o'clock വരെ അയാൾ റെസ്റ്റിലായിരുന്നു, മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് എന്താണ്? സെയിം തന്നെയാണ് അല്ലെ. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് 0 ആണ്, ഡിസ്റ്റൻസ് സെയിം തന്നെ 20 കിലോമീറ്റർ. അതിൽ തന്നെ നിൽക്കുവാണ്, സംശയമില്ലല്ലോ. റൈറ്റ്. What was his total distance traveled by him throughout the day? രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയുള്ള ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കാമല്ലോ. ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്കറിയാം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ മൊത്തം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതേപോലെ 5 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് അടുത്ത 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ ടോട്ടൽ 20 + 20 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് 20 ആണ്, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 20 കിലോമീറ്റേഴ്സ് ആണ്. മൊത്തം 40 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. കറക്റ്റ് അല്ലേ? സംശയമില്ലല്ലോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഇൻ ദ ഫസ്റ്റ് 8 hours ഓഫ് ഹിസ് ജേർണി. ആദ്യത്തെ 8 മണിക്കൂർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഓക്കെ, അപ്പോൾ 10 o'clockനാണ് സ്റ്റാർട്ട് ചെയ്തത്. 11, 12, 1, 2, 3, 4, 5, 6. 10 o'clockന് സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് 8 hour എന്ന് പറഞ്ഞാൽ എത്ര മണി ആയിട്ടുണ്ടാവും? 6 മണി, വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയും നേരം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നോക്കാലോ. 10 മണി മുതൽ 3 മണി വരെ എത്രയാണ്? ഇവിടുത്തെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ്. പിന്നെ 5 മണി വരെ ഒന്നും ചെയ്തിട്ടില്ല. 5 മണി മുതൽ അടുത്ത 6 മണി വരെ ഈ ഒരു ടൈമിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തത്? 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എങ്ങനെ മനസ്സിലായി? ഇവിടെയുള്ള ഡിസ്റ്റൻസ് 16 ആണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് 20 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിലോമീറ്റർ കിട്ടും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് വന്നാൽ ആദ്യം ട്രാവൽ ചെയ്ത 20ഉം + 4ഉം 24 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. 24 കിലോമീറ്റർ ട്രാവൽ ചെയ്തു മൊത്തം 8 hours കൊണ്ട്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് 8 hours എന്ന് പറയുന്നത്. 6 o'clockന് അവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് 16 കിടക്കും. 16 വരും ഇവിടെ 20. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ഡിഫറൻസ്. ഇവിടെ മുതൽ ഇതുവരെ 20 ആണ്. 20 + 4 24. ഓക്കെ, കറക്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. At what time did he cover the distance 16 kilometer of his journey? അയാളുടെ ജേർണിയുടെ 16 കിലോമീറ്റർ എത്ര ടൈം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്? 16. ഏതാണ് 16? 2 o'clock. 2 o'clockനാണ് അല്ലേ? At what time? 2 PM-നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. At what time did he return home? ഹോമിലേക്ക് റിട്ടേൺ ചെയ്തതിൻ്റെ സമയം എത്രയാണ്? ഹോമിലേക്ക് റിട്ടേൺ ചെയ്തത് എത്ര മണിക്കാണ്? 10 മണിക്കാണ്. ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, ഗ്രാഫ് തരും, റീഡ് ചെയ്യുക, ആൻസർ ചെയ്യുക. സിമ്പിൾ ആണ്, ഇതിൽ ഒരു കോംപ്ലിക്കേഷനും വരാനില്ല.
ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാനാണ്. റഫായിട്ട് ഞാൻ വരച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിക്ക് വരയ്ക്കുക. ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു എക്സ് ആക്സും വൈ ആക്സും ആണ്. നിങ്ങൾ എന്ത് നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചു വെക്കുക. എക്സ് വൈ ഇത് ഒറിജിൻ, ഇത്രയും ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ഡാറ്റയിലേക്ക് പോവാം. സൈഡ് ഓഫ് എ സ്ക്വയറും ഉണ്ട്, പെരിമീറ്ററും ഉണ്ട്. സൈഡ് ഓഫ് എ സ്ക്വയറും തന്നിട്ടുണ്ട്, പെരിമീറ്റേഴ്സും തന്നിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൈഡ് ഓഫ് എ സ്ക്വയർ ഇവിടെ സൈഡ് വരയ്ക്കും, ഇവിടെ പെരിമീറ്ററും വരയ്ക്കും. ഓക്കെ, സൈഡും പെരിമീറ്ററും. ഇനി നോക്കുക, സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 2, 3, 3.5 ഒക്കെ വരുന്നുണ്ട് അല്ലേ. 2 ഉണ്ട്, 3 ഉണ്ട്, 3.5 ഉണ്ട്. അപ്പോൾ എല്ലാ 3.5 ഒക്കെ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 1, 2, 3, 4, 5, 6 വരെ മതി, അങ്ങനെ എഴുതി വെച്ചു. കുഴപ്പമില്ലല്ലോ, 6 വരെ. ഇനി അടുത്ത ഡാറ്റ നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ 8, ഏറ്റവും വലിയ വാല്യൂ 24. ചെറിയ വാല്യൂ 8, ഏറ്റവും വലിയ വാല്യൂ 24. അപ്പോൾ ഇവരെ മൊത്തം റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആറ് ടേബിൾ യൂസ് ചെയ്യാം, 4ന്റെ ടേബിൾ യൂസ് ചെയ്യാം. 4, 8, 12, 16, 20, 24. എല്ലാവരും ആയല്ലോ, ഈസി അല്ലേ. ഇനി എന്ത് ചെയ്യണം, 2 സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ ആവുമ്പോൾ പെരിമീറ്റർ എത്രയാണ്, 2 സെന്റിമീറ്റർ ആവുമ്പോൾ 8 ആണ്. 2 സെന്റിമീറ്റർ ആവുമ്പോൾ 8 ആണ്, ഇവിടെ വരും. ശരിയല്ലേ, റൈറ്റ്. 3 ആവുമ്പോൾ 12 വരും, 3 ആവുമ്പോൾ 12. 3.5 ആകുമ്പോൾ 3ന്റെ 4ന്റെ നടുക്കാണെങ്കിൽ 3.5, അതാവുമ്പോൾ 14 വരും. ഓക്കെ, 14 എന്ന് പറഞ്ഞാൽ 12ന് ശേഷം 12ന്റെയും 16ന്റെയും അവിടെ വരും. ഓക്കെ, പിന്നെ ആരാണ്, 5 വരുമ്പോൾ 20. ഓക്കെ, 6 വരുമ്പോൾ 24. ഇനി ഇവരെല്ലാം നമുക്കൊരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യാലോ. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ ഇത് ലൈൻസിലൂടെ കടന്നു പോകും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഏകദേശ ഗ്രാഫ് കിട്ടി. ഇവിടെ നിങ്ങൾ സ്കെയിൽ എഴുതാൻ മറന്നു പോകരുത്. വൈ ആക്സിസിലെ സ്കെയിൽ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ്. 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എഴുതാൻ മറന്നു പോകരുത്. റൈറ്റ് ദ സ്കെയിൽ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിന്റെ സ്കെയിൽ എന്ത് വരും, 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇവിടെ 1 സെന്റിമീറ്റർ ആണ് എക്സ് ആക്സിൽ, വൈ ആക്സിൽ 4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് മാർക്ക്ഡ് ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്? ഹൊറിസോണ്ടൽ ആക്സിൽ ആരാ മാർക്ക് ചെയ്ത്, സൈഡിനെ. വാട്ട് ഈസ് മാർക്ക് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്, പെരിമീറ്റർ. വാട്ട് ഈസ് മാർക്ക്ഡ് ഓൺ ദ പോയിന്റ്സ്, വാട്ട് ഈസ് മാർക്ക്ഡ് ഓൺ ദ പോയിന്റ്സ് പ്ലോട്ടഡ്. ഇവിടെ എന്താ നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഓരോ സൈഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെരിമീറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓരോ സൈഡ് ലെങ്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെരിമീറ്റർ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചത്. കറക്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 ക്വസ്റ്റ്യനും ഈസി ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലീനിയർ ഗ്രാഫ്? നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ, ലീനിയർ ഗ്രാഫ് എന്താണ് എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് പറയുക. Okay, so thank you students, thank you so much for your valuable time. Have a great day. Bye everyone.